52/2018 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫസ്റ്റ് 61ാമത്തെ ക്വസ്റ്റ്യൻ. ഷീ ഹാസ് എ ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ്. ഇതിലെ ബ്യൂട്ടിഫുൾ എന്താണെന്ന് അപ്പോൾ ഇതിൽ നമുക്കറിയാം. ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് വെർബും അല്ല, ഒരു നൗണും അല്ല എന്നറിയാം. വെർബ് ക്രിയ അല്ല, ഇപ്പോൾ ഗോവൻഡ് എന്ന് പറയുന്ന പോലെ നൗണല്ല, ഒരു നാമത്തിൻ്റെ പേരുമല്ല, പെന്ന് ബോക്സ് അങ്ങനെയല്ല എന്നറിയാം. അപ്പോൾ പിന്നെ അഡ്ജക്റ്റീവോ അഡ്വർബാണ്, ഇതിലാണ് കൺഫ്യൂഷൻ വരിക. അതിൽ ഹാൻഡ് റൈറ്റിംഗ് എന്നാണ്. റൈറ്റ് ഇപ്പോൾ ക്രിയ അല്ല, റൈറ്റോ റണ്ണിങ് റണ്ണ് അങ്ങനെയുള്ള ഒരു സാധനത്തെ അല്ല ഈ സാധനം പറയുന്നത്. ഹാൻഡ് റൈറ്റിംഗ് ഇതൊരു സബ്ജക്റ്റാണ്. ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് അത് വെർബായി തോന്നും, പക്ഷെ വെർബല്ല, അതൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ഈ സബ്ജക്റ്റിനെ വിശേഷിപ്പിക്കുന്നത്, ക്രിയനെ വിശേഷിപ്പിക്കുന്നതാണ് ക്രിയാവിശേഷണം, അതാണ് അഡ്വർബ്. ഇതൊരു നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അഡ്ജക്റ്റീവാണ്. അടുത്ത ക്വസ്റ്റ്യൻ. റോയ് സ്റ്റുഡ് ഫസ്റ്റ് ഇൻ ദ ടെസ്റ്റ്. ഇതിൽ ഫസ്റ്റ് ഉണ്ടാകാൻ പറഞ്ഞിരിക്കാം. സ്റ്റുഡ് എന്ന് പറയുന്നത് പാസ്റ്റാണ് പറയണം. അപ്പോൾ പാസ്റ്റ് ആകുമ്പോൾ ഇതിലെല്ലാം പാസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്നത് അല്ലേ. പിന്നെ ഇതിൽ സ്റ്റുഡ് എന്ന് പറയുമ്പോൾ എന്ത് പാസ്റ്റാണ്? സിമ്പിൾ പാസ്റ്റാണ്. സിമ്പിൾ പാസ്റ്റ്. ഇപ്പോൾ ഡിഡിൻ്റെ വരിക, ഡിഡിൻ്റ് ഹി വരിക, ഡിഡിൻ്റ് ഹി. പാസ്റ്റ് പാർട്ടിസിപ്പിളൊന്നുമില്ല, ഫ്യൂച്ചറും അല്ല എന്നറിയാം. പിന്നെ വാസിൻ്റെ ആണോ എന്ന് ഡൗട്ട് ഇല്ല, വാസ് ഇല്ലല്ലോ ഇതിൽ. ഡിഡ് പ്ലസ് എന്തായിരുന്നു? ഡിഡ് പ്ലസ് സ്റ്റുഡ് എന്ന് പറഞ്ഞത് ഡിഡ് പ്ലസ് സ്റ്റാൻഡാണ്. എന്താണ്? ഡിഡ് പ്ലസ് സ്റ്റാൻഡ്. അപ്പോൾ ഡിഡാണ് വരിക, ഡിഡിൻ്റ്. അങ്ങനെ ആലോചിച്ചാൽ ഡിഡ് പ്ലസ് സ്റ്റാൻഡാണ് സ്റ്റുഡ് പാസ്റ്റ്. അപ്പോൾ ഡിഡിൻ്റ് ഹി. റോയാണ് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ഹിയാണ് വരിക. ഹി തന്നെ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. ശ്രേയ ഈസ് ദ ഡാഷ് സ്റ്റുഡൻറ്റ് ഇൻ ഹർ ക്ലാസ്. ശ്രേയ ഈസ് ദ ഡാഷ്. ദാ ഉണ്ട്. ദാ എന്ന് പറഞ്ഞാൽ സൂപ്പർ റിലേറ്റീവ്. ദാ വന്നു കഴിഞ്ഞാൽ സൂപ്പർ റിലേറ്റീവ് ഫോം ആയിരിക്കും. അത് അങ്ങനെ ക്ലെവറസ്റ്റ്, ബിഗ്ഗസ്റ്റ്, അങ്ങനെ സൂപ്പർ റിലേറ്റീവ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ക്ലെവറസ്റ്റ്, ബിഗ്ഗസ്റ്റ്, ഫാസ്റ്റസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ 64. അനു സെയ്ഡ് ടു ഹിം വെൻ വിൽ യു മാരി മീ. അനു സെയ്ഡ് ടു ഹിം വെൻ വിൽ യു മാരി മീ. Anu asked him when would he marry her. Anu asked him when he would marry her. Anu asked him when would he married her. When he would marry her. ഇതെല്ലാം കൺഫ്യൂഷൻ ആവുന്നതാണല്ലേ. അല്ല, വുഡ് വരുന്നത് നമുക്കറിയാം. അനു ആസ്ക്ഡ് ഹിം വെൻ, അതിന് ശേഷമാണ് നോക്കേണ്ടത്. ഇങ്ങനെ ഒരു വെൻ വിൽ യു മാരി ക്വസ്റ്റ്യൻസ് പോലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് വെന്ന് ഉപയോഗിക്കും. വെന്ന് കഴിഞ്ഞാൽ നൗൺ ഉപയോഗിക്കും. നൗണല്ല, അയാളെ ഉപയോഗിക്കും. ആരെയാണ് പറഞ്ഞിരിക്കുന്നത്? വെൻ ഹി വുഡ് മാരി ഓർ മാരീഡ് ഹെർ. ഇത് രണ്ടുമാണ് ഇനി ഡൗട്ട്. വെൻ കഴിഞ്ഞാൽ പിന്നെ വുഡ് ഉപയോഗിക്കില്ല. ഇത് ഇങ്ങനെ ഇതിന് ക്വസ്റ്റ്യനെ ഇതാക്കുമ്പോൾ, റിപ്പോർട്ടഡ് സ്പീച്ച് ആക്കുമ്പോൾ, ഇപ്പോൾ വെൻ കഴിഞ്ഞിട്ട് ആളെ ഉപയോഗിക്കും. അതിൽ വുഡ് മാരി ഹെർ ഉണ്ട്, വുഡ് മാരീഡ് ഹെർ ഉണ്ട്. നമുക്കറിയാം വുഡ്, കുഡ്, അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസ്, വില്ല്, ഇതെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ V1 ഉപയോഗിക്കുക. V1 ഫോം പറഞ്ഞാൽ മാരി എന്നുള്ള ഫോം. മാരി. ഓക്കെ, മാരീഡ് അല്ല ഉപയോഗിക്കാം, മാരിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരി. വിൽ, ക്യാൻ, മൈറ്റ്, എന്തായാലും ഫ്യൂച്ചർ ഫോമിലുള്ളതെല്ലാം മാരി. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ഹി ഹാഡൻറ്റ് ഫാളൻ സിക്ക്. ഇഫ് ഹി ഹാഡൻറ്റ് ഫാളൻ സിക്ക്, അടുപ്പിലല്ലായിരുന്നെങ്കിൽ. ഇപ്പോൾ ഇഫ് ക്ലോസ് ആണ് ഇതിൻ്റെ അത്. ഇഫ് he dashed the exam. He dashed the
some. He would has would കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്രയോഗമില്ല കേട്ടോ. വുഡ് ഹാവ് എന്ന് വരുള്ളൂ എപ്പോഴും. വുഡ് ഹാസ് തെറ്റാണ്. വുഡ് ഹാവ് എന്ന് മാത്രം എന്ത് വന്നാലും വുഡ് ഹാവ് അങ്ങനത്തെ സെൻറ്റൻസ് വരുള്ളൂ. വുഡ് റൈറ്റ് ഇത് മൂന്നാണ് പിന്നെ ഡൗട്ടുള്ളത്. ഓക്കെ, ഫാഡ് ആൻഡ് ഫോളൻസിങ്. വുഡ് റൈറ്റ് എന്താ പറയുക, എന്തിന് വുഡ് ഹാവ് ബീൻ ഇഫ് ഹാഡിൻ്റെ വന്ന കാരണം ഹാഡുള്ള കാരണം നമ്മൾ വുഡ് ഹാവ് വെച്ചിട്ട് ഉപയോഗിക്കാം. എന്താണ് വുഡ് ഹാവ് വെച്ചിട്ട് ഉപയോഗിക്കാം. വുഡ് ഹാവ് റിട്ടൺ. ഓക്കെ, വുഡ് ഹാവ് റിട്ടൺ എക്സാം. വുഡ് ഹാവ് റിട്ടൺ ദ എക്സാം എന്ന് പറയാം. വുഡ് ഹാവ് റിട്ടൺ. പിന്നെ ചില കേസിൽ വുഡ് ഹാവ് ബീൻ ഉപയോഗിക്കും. പക്ഷേ ഈ ക്വസ്റ്റിന് ഉത്തരം വുഡ് ഹാവ് റിട്ടൺ എന്നാണ്. ക്ലോസ് ചെയ്തിട്ട് വുഡ് ഹാവ് റിട്ടൺ എന്നാണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ, ഹാഡിൻ്റെ വന്ന കാരണമാണ് നമ്മൾ വുഡ് ഹാവ് വെച്ചിട്ട് പറയും. ഹി വുഡ് ഹാവ് ഡൺ, ഹി വുഡ് ഹാവ് റിട്ടൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഷീ കംസ് ടു സ്കൂൾ. ഇതിലെന്താ കൺഫ്യൂഷൻ വരിക? ഷീ കംസ് ടു സ്കൂൾ ഉത്തരം ബൈ ബസ്സാണ് വരിക. ഇതിൽ കൺഫ്യൂഷൻ വരും, ഇന്ന് വരുമെന്ന്. കാരണം നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഷീ കംസ് ഹിയർ ഇൻ ഹിസ് ബസ്. ഷീ കംസ് ഹിയർ, she comes or she reached here in his. ഇവിടെ ഹിസ് ഉണ്ടെന്ന് വെച്ചാൽ ഫ്രണ്ടിലൊരു റിലേറ്റീവ് പ്രോനൗൺ ഹിസ്സോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് ബസ്സിലാണെന്ന് വന്നു വെച്ചാൽ ഇന്ന് വരും ഫ്രണ്ടിൽ. ഓക്കെ, ഹിസ് ബസ്, ഇൻ ഹിസ് ബസ്, ഇൻ എ ബസ് എന്ന് പറയാം. ഒന്നുമില്ല, വെറും ബസ് എന്നാണെങ്കിൽ ബൈ ബസ് എന്ന് വരും. എന്താണെങ്കിൽ ബൈ ബസ്. ഇപ്പോൾ കെയിം ഹിയർ ഇൻ ഹിസ് ടാക്സി എന്ന് പറയും. ഹിസ് ടാക്സി ബസ് എന്തായാലും ഇന്ന് വരും. ഇവിടെ ഹിസ് ഒക്കെ ഉണ്ടെങ്കിൽ. ഓക്കെ, ഇൻ മൈ കാർ, ഐ കെയിം ഹിയർ ഇൻ മൈ കാർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ മച്ച് ഈസ് എ ബേക്കേഴ്സ് ഡസൻ? ബേക്കേഴ്സ് ഡസൻ എന്ന് പറഞ്ഞാൽ കുറേ ഡസൻ എന്ന് പറഞ്ഞാൽ 12 പക്ഷെ ബേക്കേഴ്സ് ഡസനാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഉത്തരം 13. കാരണം ഒരെണ്ണം എക്സ്ട്രാ, കറക്റ്റ് എണ്ണം കിട്ടാൻ വേണ്ടി ഒരെണ്ണം എക്സ്ട്രാ. ഇതൊരു കഥയാണ്. ഓക്കെ, അപ്പോൾ 13 ഒരെണ്ണം എക്സ്ട്രാ കൊടുക്കും, തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴും 12 കൃത്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒന്ന് കൂടുതൽ കൊടുക്കും. 13 ബേക്കേഴ്സ് ഡസൻ. അടുത്ത ക്വസ്റ്റ്യൻ. ചൂസ് ദ സിനോണിം ഓഫ് ലൂഡിക്രോസ് എന്ന് പറഞ്ഞാൽ ലൂഡ്രിക്കസിൻ്റെ ഉത്തരം അബ്സേർഡ് എന്നാണ്. കാരണം ലൂഡ്രിക്കസ് എന്ന് പറഞ്ഞാൽ ഫൂളിഷ് പരിഹാസ്യമായ, അങ്ങനെയൊക്കെ പറയാം ലൂഡ്രിക്കസിന്. മണ്ടത്തമായ, പരിഹാസമായ. ഇതിൻ്റെ അബ്സേർഡ് വൈസ് എന്നൊക്കെ പറയും. ഇത് വരച്ചാൽ മതി. അബ്സേർഡ് എന്ന് പറഞ്ഞാൽ ലൂഡ്രിക്കസ്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ ഫീമെയിൽ ഷീപ്പ് കാൾഡ്? ഫീമെയിൽ ഷീപ്പിനെ പറയുന്നതാണ് ഈവ് എന്നാണ് ഫീമെയിൽ ഷീപ്പിനെ. ഇത് ഈവാണ്, പക്ഷേ ഇത് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. കാരണം ഈവ് എന്ന് പറയുന്നത് ഫീമെയിലാണ്, ഷീപ്പിൻ്റെ ഫീമെയിലാണ്. ഈ റാം എന്ന് പറയണതില്ലേ ഷീപ്പിൻ്റെ മെയിലാണ്. റാം എന്ന് പറയുന്നത് ഷീപ്പിൻ്റെ മെയിലാണ്. അതാണ് ചിലപ്പോൾ നമുക്ക് മാറിപ്പോകാൻ സാധ്യതയുണ്ടാവും. ഫീമെയിൽ, ഇത് മെയിലാണ്. റാം എന്ന് പറഞ്ഞാൽ ഒരു ആൺകുട്ടിയുടെ പേരല്ലേ, അപ്പം മെയിലായി ആലോചിക്കാം. ഈവ് ഫീമെയിൽ. പിന്നെ ലാമ്പ് എന്ന് പറഞ്ഞാൽ ഈ ഷീപ്പിൻ്റെ തന്നെ യങ് വണ്ണാണ്, കുട്ടി
ചെറു യങ്ങായിട്ടുള്ള ഷീപ്പിനെ പറയുന്നതാണ് ലാമ്പ്. കാഫ് എന്ന് പറഞ്ഞാൽ യങ് വണ്ണാണ്, പക്ഷേ കൗവ്, ക്യാമൽ, ബുഫല്ലോ ഇതെല്ലാം കാഫ് എന്നാണ് പറയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആൻറ്റോണിം ഓഫ് ബ്രേവറി. ബ്രേവറിൻ്റെ ആൻറ്റോണിം വരുന്നത്, ബ്രേവറിൻ്റെ ആൻറ്റോണിം ധൈര്യശാലി എന്നാണ്. ഇപ്പോൾ ബീരു എന്നാണ്. കവാഡൈസ്. കവാഡൈസിൻ്റെ മീനിങ് പഠിച്ചു വെച്ചാൽ അറിഞ്ഞാൽ മതി. ഇത് വേഗം കിട്ടും. കറേജും ബ്രേവറിയൊക്കെ ബ്രേവറി എന്തൊക്കെ ഒരേപോലെ മീനിങ് ഉള്ളതാണ്. കവാഡൈസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സെലക്ട് ദ ഇഡിയം വിച്ച് മീൻസ് അൺഎബിൾ ടു റീച്ച് എ ഡിസിഷൻ. അൺഎബിൾ ടു റീച്ച് എ ഡിസിഷൻ, ഒരു ഡിസിഷനിലെത്താൻ കഴിയാത്തതാണ്. സിറ്റ് ഓൺ ദ ഫെൻസ്. സിറ്റ് ഓൺ ദ ഫെൻസ്, വേലിക്കരിയിലിരിക്കാൻ. ഞാൻ ആലോചിച്ചാൽ മതി, ഇരുന്ന് ആലോചിക്കാം. ഒരു ഡിസിഷനിലെത്താൻ കഴിയില്ല. പിന്നെ വൺസിൻ്റെ ബ്ലൂ മൂൺ എപ്പോഴും ചോദിക്കുന്നതാണ് റയർ. സെൽഡം എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. സെൽഡം എന്ന് പറഞ്ഞാൽ അപൂർവം. വൺസിൻ്റെ ബ്ലൂ മൂൺ. പിന്നെ ഇതിലൊന്നും ചോദിച്ചിട്ടില്ല. സ്ട്രോം ഇസ് ദ ബോട്ടം. അടുത്ത ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു, നമുക്കറിയാം. ബിഹേവിയർ എന്ന് പറയുന്നത് അയാളുടെ ഇത് മനസ്സിലാക്കിയെടുക്കണത്. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു റൂഡ് ബിഹേവിയർ. ഇയാളുടെ സ്വഭാവത്തിനെ കുറിച്ചാണ്. ഇതെന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ അയാളുടെ മോശപ്പെട്ട റൂഡ്, ബെനവലൻ്റ് ഓപ്പോസിറ്റാണ് റൂഡ്. ഇയാളുടെ മോശപ്പെട്ട സ്വഭാവമായിട്ട് ഒത്തുചേരാൻ പറ്റില്ല പറയില്ലേ. അപ്പോൾ സഹിക്കാൻ, അതാണ് ടോളറേറ്റ് ചെയ്യുക. പുട്ടപ്പ് വിത്താണ് ഉത്തരം. നമുക്കിതിൻ്റെ ഓരോന്നിൻ്റെ മീനിങ് പഠിച്ചു വെച്ചാൽ മതി. പുട്ടപ്പ് വിത്ത് പറഞ്ഞാൽ ടോളറേറ്റ്. ഭയങ്കര കഷ്ടമാണ് ഇയാളുടെ ഇതുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞാൽ, ഇയാളുടെ ബിഹേവിയറായിട്ട് നമ്മൾ. പിന്നെ ഇത് പുട്ടോൺ എന്ന് പറഞ്ഞാൽ വിയർ എന്നാണ്. ഇതെന്തായാലും പഠിക്കണം. പുട്ടോൺ, വിയർ, പുട്ടോൺ. ഓക്കെ, പിന്നെ പുട്ടിൻ ടു, പുട്ടോൺ, വിയർ, പുട്ട് ഇന്നാണ് പിന്നെ പഠിക്കാനുള്ളത്. പുട്ടിൻ എന്ന് പറഞ്ഞാൽ അപേക്ഷ സമർപ്പിക്കുക. ടു പുട്ടിൻ, അപ്ലൈ ചെയ്യുക. അപേക്ഷ സമർപ്പിക്കുകയാണ് പുട്ടിൻ, അപേക്ഷ. അടുത്ത ക്വസ്റ്റ്യൻ. പുട്ടിൻ ടു വേണ്ട. പുട്ടോൺ, പുട്ടപ്പ് വിത്ത് പുട്ടിൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഹീ വിൽ ഡു ദ വർക്ക്. പാസീവിലേക്ക് ആക്കാൻ. ഹീ വിൽ ഡു ദ വർക്ക്. ഇതിൽ the work will done by him. will കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിൽ യൂസ് ചെയ്യേണ്ടത് പാസീവ് ആക്കുമ്പോൾ ഹീ വിൽ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദ വർക്ക് ആദ്യം വരും. ഇതിലെല്ലാം ആദ്യം വന്നിട്ടുണ്ട് ദ വർക്ക്. പിന്നെ വരിക വില്ല്, പിന്നെ വിൽ ബി ആണ് വരേണ്ടത്. ഫ്യൂച്ചർ വില്ല് വെച്ചിട്ട് സെൻറ്റൻസ് എന്നാൽ പിന്നെ വിൽ ബി വെച്ചിട്ടായിരിക്കണം അതിന് പാസീവ് ഉണ്ടാക്കുമ്പോൾ പറയേണ്ടത്. അപ്പോൾ വിൽ ബി ആണ് വരിക. അപ്പോൾ ഫസ്റ്റത്തെ സെൻറ്റൻസ് ക്യാൻസൽ ചെയ്യാം, വിൽ ബി. പിന്നെ ഈ വിൽ ബി വന്നു കഴിഞ്ഞാൽ എപ്പോഴും തേർഡ് ഫോമാണ് വരേണ്ടത്. V3 ആണ് വരുന്നത്. ഡു ആണ് ഇതിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഡൂവിൻ്റെ ഡു, ഡിഡ്, ഡണ്ണ്. അപ്പോൾ V3 ഡണ്ണാണ്. ഡണ്ണാണ് V3. ഡു V1, ഡിഡ് V2. അപ്പോൾ V3 ഡൺ. അപ്പോൾ ഇതിൽ ഡണ്ണ് വന്നത് ലാസ്റ്റത്തിൽ. ഡി ആണ് ഉത്തരം. ഉത്തരം ഡി. ദ വർക്ക് വിൽ ബി ഡൺ ബൈ ഹിം. അടുത്ത ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ 12th എല്ലാവരും അടിക്കാം. 12th പറയുമ്പോൾ ഇതായിരിക്കും വരിക, പക്ഷേ ഇതല്ല ഉത്തരം. 12th TWELVETH അതല്ല, TWELFTH ആണ്. TWELFTH 12th. F ഉണ്ടാവും. അങ്ങനെ കൺഫ്യൂഷൻ ആക്കാനും തരില്ല, ഇവർ F എന്ന് മാത്രമേ തരുള്ളൂ.
ഓക്കെ, ഇതിൽ എഫ് എന്നുണ്ടാവും. എഫ് എന്നുള്ളത് നോക്കിയാൽ മതി. ഇനി പിന്നെ തരികയാണെങ്കിൽ FETH അങ്ങനെയൊക്കെ തരേണ്ടി വരും. 12th. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു കാൾ എ ഗ്രൂപ്പ് ഓഫ് ഔൾസ്? ഔൾസിൻ്റെ ഗ്രൂപ്പിനെ പറയുന്നത് എന്താണ്? ഔൾസിൻ്റെ ഗ്രൂപ്പിനെ പറയുന്നതാണ് പാർലമെൻറ്റ് ഓഫ് ഔൾസ്. പാർലമെൻറ്റ് ഓഫ് ഔൾസ്. പാർലമെൻറ്റ്. പിന്നെ ഇതിൽ ചോദിക്കാറുള്ളത് പ്രൈഡാണ്. പ്രൈഡിനെ പറയാറ് പ്രൈഡ് ഓഫ് ലയൺസ്. ലയൺ, പീകോക്ക്. പ്രൈഡ് ഓഫ് പീകോക്ക്, ലയൺ, പീകോക്ക്. പിന്നെ അത് രണ്ടും തന്നെ പറയണം. പിന്നെ ഓസ്ട്രിച്ചൊക്കെ പറയും. ലയൺ, പീകോക്ക്, പ്രൈഡ് ഓഫ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, fools rush in where angels fear to. Fools rush in where angels fear to tread. Fools. ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊരു പഴഞ്ചൊല്ല്, പ്രോവർബാണ്. അത് അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. ഇതിൻ്റെ എന്താ അർത്ഥം എന്ന് വെച്ചാൽ, മാലാഖമാർ കയറുന്നിടത്ത് വിഡ്ഢികൾ കയറുന്നിടത്ത് കേട്ടോ, സോറി, വിഡ്ഢികൾ കയറുന്നിടത്ത് മാലാഖമാർ എത്താൻ ഭയപ്പെടുന്നു, എത്താതിരിക്കുന്നു, അങ്ങനെയാണ്. അതാണ് ഇതിൻ്റെ അർത്ഥം. ട്രെഡ്, TRED. ഫൂൾസ് റഷ്യൻ വേർ ഏഞ്ചൽസ് ഫിയർ ടു. ഭയപ്പെടുന്നു, മാലാഖമാർ വരാൻ ഭയപ്പെടുന്നു എന്നാണ്. ഫൂൾസ് റഷ്യൻ വേർ ഏഞ്ചൽസ് ഫിയർ ടു ട്രെഡ് എന്നാണ്. TRE. ത്രെഡോ ട്രീറ്റോ ത്രെറ്റൊന്നുമല്ല. ഈ ട്രെഡ് എന്ന് പറഞ്ഞാൽ കാലടി വയ്ക്കുക, ചവിട്ടുക, കയറി വരിക, അങ്ങനെ പറയില്ലേ, ആ അർത്ഥമാണ് ട്രെഡ് എന്ന് പറഞ്ഞാൽ. TREAD. ട്രെഡ്. അതാണ് മാലാഖമാർ, വിഡ്ഢികളുള്ളിടത്ത് മാലാഖമാർ വരാൻ മടിക്കുന്നതാണ് കേട്ടോ, പേടിക്കുന്നതല്ല, മടിക്കുന്നു. ഓക്കെ, മടിക്കുന്നു, വരാന്നുള്ളതിനെ ട്രെഡ് എന്ന് പറയുന്നത്. എത്താൻ, വരാൻ, കയറി വരാൻ. അടുത്ത ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ വൺ വേർഡ് ഫോർ തിങ്ക് അബൌട്ട് സംതിങ് ഫോർ എ ലോങ് ടൈം. തിങ്ക് അബൌട്ട് സംതിങ് ഫോർ എ ലോങ് ടൈം. ഇതിൻ്റെ ഉത്തരം കണ്ടംപ്ലേറ്റ് ആണ്. എന്തായിരുന്നു? കണ്ടംപ്ലേറ്റ്. ഇതിൽ കണ്ടംപ്ലേറ്റ് ആണ് ഉത്തരം. കണ്ടംപ്ലേറ്റ് പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ചിരിക്കുക, ആലോചിച്ചിരിക്കുക, അങ്ങനെയുള്ള ഒരർത്ഥം. ധ്യാനിക്കുക എന്നൊക്കെ പറയും. ധ്യാനിക്കുക, കണ്ടംപ്ലേറ്റ്, ധ്യാനിക്കുക. കണ്ടംപ്റ്റ് പറഞ്ഞാൽ നമുക്കറിയാം പുച്ഛമാണ്, പുച്ഛം. കണ്ടസ്റ്റ് പറഞ്ഞാൽ മത്സരിക്കുക. നമ്മൾ കണ്ടസ്റ്റ് അങ്ങനെയൊക്കെ പറയും. മത്സരിക്കുക അല്ലെങ്കിൽ എതിരിടുക എന്നും പറയും. കൺഫ്രണ്ട് പറഞ്ഞാൽ എതിരിടുക ഒക്കെയാണ്. ഇതും ഒരേ അർത്ഥം തന്നെ, എതിരിടുക, നേർക്കുനേർ, അങ്ങനെയൊക്കെ പറയുന്നത് കൺഫ്രണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഹി ഫെൽ ഇൽ ആഫ്റ്റർ കണ്ടാമിനേറ്റഡ് ഫുഡ്. ഹി ഫെൽ ആഫ്റ്റർ, നമ്മൾ ഏറ്റാണ് ഉത്തരം എന്ന് വിചാരിക്കും. ഇതിൽ ഇതുണ്ടോ, ഹി ഫെൽ ഇൽ ആഫ്റ്റർ ഈറ്റ് കണ്ടാമിനേറ്റഡ്. എന്തായാലും ഒരു ഏറ്റാവെന്ന് വിചാരിക്കും, പാസ്റ്റാണ് വിചാരിക്കും. ഈറ്റ് കഴിച്ചതിന് ശേഷം എന്ന് വിചാരിക്കും. പക്ഷേ ജെറൻ്റെ ഉപയോഗിക്കണം. ഈറ്റിംഗ് കണ്ടാമിനേറ്റഡ് ഫുഡ്. ഹി ഫെൽ ഇൽ ആഫ്റ്റർ ഈറ്റിംഗ് കണ്ടാമിനേറ്റഡ് ഫുഡ്. ഈറ്റിംഗ് ആണ് ഉപയോഗിക്കുന്നത്. ഫെൽ ഇല്ല, അപ്പോഴേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേ എന്തായിരുന്നു, റണ്ണിങ്ങോ അങ്ങനെ എന്തോ പറഞ്ഞില്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ദ മീനിങ് ഓഫ് ദി വേർഡ് ഡിബൗഷറി. അടുത്ത ക്വസ്റ്റ്യൻ, ഡിബൗഷറി എന്ന് വെച്ചാൽ, ഡിബൗഷറിൻ്റെ അർത്ഥം കിട്ടിയാൽ മതി. ഡിബൗഷറി എന്ന് വെച്ചാൽ വ്യഭിചാരം അല്ലെങ്കിൽ ശരിയില്ലാത്തൊരു പ്രവൃത്തി പറയില്ലേ, ശരിയില്ലാത്ത രീതിയിൽ ചെയ്യാം, അതിനാണ് ഡിബൗഷറി എന്ന് പറയാം. ഇതിൽ ഉത്തരം വരുന്നത് ഇമ്മോറൽ, ശരിയില്ലാത്ത രീതി, ഇമ്മോറൽ. നമ്മൾ ഇമ്മോറൽ ട്രാഫിക് അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ പെട്ടെന്ന് കിട്ടും ഇമ്മോറൽ ട്രാഫിക്. ഓക്കെ, ഇതാണ് എളുപ്പം പഠിക്കാൻ, ഇമ്മോറൽ ട്രാഫിക്. അടുത്ത ക്വസ്റ്റ്യൻ, ജോൺ ആസ് വെൽ ആസ് ഹിസ് പാരൻസ്.
ജോൺ ആസ് വെൽ ആസ് ഇസ് പാരൻസ്. ഇതിൽ ഈ സെൻറ്റൻസ് ആകുമ്പോൾ തന്നെ ആസ് വെൽ ആസ് ആണ്. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് നോക്കേണ്ടതെന്ന് മനസ്സിലാക്കണം. ആസ് വെൽ ആസ് അങ്ങനെ എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ along with as much as together with besides in addition company accompanied in the company of more than rather than like unlike അങ്ങനെ കുറേ വരും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ആദ്യത്തെ നോക്കുകയാണെങ്കിൽ ഇതിൽ 2 ഓപ്ഷൻ നമുക്ക് ചിലർ കൺഫ്യൂഷൻ വരും. ഹാസ് വരും, ഈസും വരും. കാരണം ഇതാണ് ആദ്യത്തെ സിംഗിളായിട്ട് നോക്കണം. എന്തായാലും പാരൻസിൻ്റെ അല്ലാന്നറിയാം. അപ്പോൾ ആദ്യത്തെ നോക്കണം. ജോണിൻ്റെ നോക്കുമ്പോൾ ഹാസോ ഈസോ വരും. പിന്നെ ഇതൊരു സാധാരണ സെൻറ്റൻസാണ്, അല്ലാതെ ഇവിടെ തേർഡ് ഫോമോ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈസാണ് വരിക. ഈസ് കമ്മിങ്. ഓക്കെ, ഇന്നത്തെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞിരിക്കുന്നു, ഫിനിഷായി. ഇതിൽ എല്ലാം PYക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. താങ്ക് യു.